ഈ വീടിന്റെ അബൂദ ഒരു കല്യാണമൊക്കെ കഴിക്കണം കേട്ടോ. ഒരു സമയത്ത് ചരസിന്റെ കല്യാണം എനിക്ക് തന്നെ ഒരു കീര് ഭവനം മേടിച്ചുകൊണ്ടുവരാൻ പറഞ്ഞ കേട്ട ഭാവമുണ്ടോ എനിക്ക് സഖാവി പാർട്ടിക്ക് തോക്കെടുക്കാം. പക്ഷെ തോക്കൊരിക്കലും പാർട്ടി എടുക്കും. ഇത് ഞാൻ പറഞ്ഞ നോക്കണം മാവിടണം. ആലേലും പിള്ളേ താൻ ആരോട് ചോദിക്കണം ചോദിക്കേണ്ട എന്ന് എന്നെ പഠിപ്പിക്കണം. എല്ലാം കേൾക്കാറുന്ന വന്മരം വീണു പകരം ആര് എന്നാണ് ചോദ്യം. ഒറ്റ ഉത്തരമേ ഉള്ളൂ, ലൂസിഫർ. അത് നയിപ്പുന്നതില്ല. ഇനി അട്ടപ്പാടി ഞാൻ കുറച്ചു നാളത്തേക്ക് കാണും. തന്റെ ക്രിമികളി പരിപാടിയാണ് നമ്മൾ ആശുപത്രി ജയിച്ചോട്ടെ. ആ ബീജിയം KPCC പ്രസിഡന്റിൽ നിന്ന് ഒറ്റക്കാരേ പറയുള്ളൂ. എന്നെ എന്റെ അച്ഛനെയും കൂടി ഒതുക്കാൻ നോക്കണ്ട. മാത്രമല്ല കേരളത്തില് ഞങ്ങളുടെ കുടുംബത്തിൽ നയിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതാണ് എൻ്റെ ഒരു ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ നിങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളല്ലേ, ഇത് മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളല്ലേ. കൊട്ടാരക്കര ഗണപതി മംഗലം അയ്യപ്പൻ എല്ലാം ഒന്നാണ് KSRTC അങ്ങനെ നിങ്ങൾ പറയുന്നത്. എനിക്ക് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ വേങ്ങരയിലെ ഒരു ഇഷ്യൂ ഇവിടെ പാലായെ സംബന്ധിച്ച് KM മാണി കോഴ മേടിച്ചു ഒരു കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഒരു മുന്നോട്ട് ഒരു വ്യക്തി ഗവൺമെന്റിനെ സംബന്ധിച്ച് വളരെ ക്രിയാത്മകമായിട്ട് തന്നെയാണ് മുന്നോട്ട്. എന്നെ സംബന്ധിച്ച് കേരളത്തിന്റെ ഇടതുപക്ഷ സർക്കാർ എനിക്ക് പറയാനുള്ള കാര്യങ്ങള് ആരുടെ മുഖത്ത് നോക്കി പറയുന്ന ഒരു ശീലമാണ്. അതുകൊണ്ട് കണ്ണാടി പരിപാടിയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് കണ്ണാടിയുടെ ഈ ലക്കം കാര്യത്തിൽ മെസപ്പറ്റോമിയുടെ മറ്റൊരു നഗരത്തിലേക്കാണ് പിന്നീട് നിങ്ങളുടെ യാത്ര. അമ്പരച്ചുംബികളായ ഗോപുരങ്ങൾ കാണാൻ സാധിക്കും. നിങ്ങൾ ചെയ്ത് തെറ്റാണ്. അവൻ ഉണ്ണി മുകുന്ദനല്ല, ചിന്ന മുകുന്ദൻ. നിങ്ങളെ ഇവനെ കണ്ട ആന ഓടിക്കാടും. മോനെ നടക്കൂല മോനെ താമസിച്ചു അവിടെ നില്ല സകലകല ഭഗതിന് വട്ടവരി മാപ്പു തരുമോ നിനക്ക്? ഇവൻ ഞാനെല്ലാം മാപ്പു തരുന്നുണ്ട്. ഈ ജീർണശവം പോലിക്കെടുക്കുന്ന അമ്മേ 50 വർഷം മുമ്പ് അമ്മയിൽ നിന്ന് വിട്ടുപിരിഞ്ഞ ബാബു പോകുന്നു. എല്ലാരും പറയുന്നത് ഈ തുറയിൽ നീ പരിശോധനാണെന്നാണ്. ഹലോ മിസ്റ്റർ ഡേവിഡ്, ഞങ്ങളെ കാത്തിരിക്കുകയാണ്. കത്തി കളിക്കാനുള്ളതല്ല, അത് സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ ചോര വരും. CBI എനിക്ക് ഇവിടെ മാത്രമല്ലടാ പിടി, എന്നെ ഡൽഹിയിലും ഉണ്ട്. ഇറങ്ങി വാടാ CBI. കരുതമ്മ നീ എന്നെ വളർന്നാൻ ഞാൻ ഈ കടപ്പുറത്ത് പാടിപ്പാടി ശിവകുട്ടി ബോംബെക്കാരാ ജാവൂ എന്ന് പറഞ്ഞു. ചെയ്ത പാപങ്ങൾക്കല്ലേ ഫാദർ കുമ്പസാരിക്കുന്നു. ചെയ്യാൻ പോകുന്ന പാപങ്ങൾക്ക് കുമ്പസാരി കണലിറങ്ങിയിട്ടില്ലെങ്കിൽ കൈപ്പൊള്ളും. ഫയലുകളെടുത്ത് നോക്കിയാൽ പോലെ ബിന്ദു എന്ത് മലമറക്കണ പണിയാടി നിനക്ക് അവിടെ. അയ്യേ ചിരിക്കണം. എന്താ സാറേ, എന്റെ കയ്യിൽ നിന്ന് ഒരുപാട് കാശ് മേടിച്ചിട്ട് എന്റെ സാറേന്ന് വിളിച്ചിട്ടില്ലല്ലേ സാറേ? പോട്ടെ സാറേ, ഈ കഥയ്ക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ആരും പറഞ്ഞാൽ വിശ്വസിക്കത്തില്ലടാ. ഇത്രയും നേരം അല്ലെങ്കിൽ കുടിയന്മാർക്ക് തന്നെ ഇവിടെ ചോദിക്കാനും പറയാനും ആരും ഇല്ലല്ല. അല്ലെങ്കിൽ കൃഷ്ണട്ടാ ഞങ്ങൾ ഇത്രയും നാളെ ഈ അങ്കമാരി കിടന്ന പ്രശ്നം ഉണ്ടാക്കിയത് എന്തെങ്കിലും ഒരു കേസ് ഉണ്ടാ നിങ്ങളാ ഞങ്ങൾ അല്ലെങ്കിലും അങ്ങനെ നീ എന്റെ ഏറ്റവും നല്ലൊരു ഫ്രണ്ടായിരുന്നില്ലടാ. നിനക്കെങ്കിലും ഒന്നും പറയാമായിരുന്നില്ലേ? ഒരു മര്യാദക്ക് വേണ്ടേ? അപ്പുറത്തുനിന്ന് പണി വന്ന് ചിന്തിച്ചിരുന്നത് ഇപ്പുറത്തെ ആരൊക്കെ കാണുന്നു പറഞ്ഞിട്ട് നിനക്ക് കൊടുക്കത്തകളാണെന്ന് എന്നെ കണ്ടിട്ടും വന്ന് അല്ലേ അങ്ങനെ മോളെ ഇവിടെ പോലീസും വരില്ല. അട വന്നാ തന്നെ ഓ രാവിലെ മുതൽ ഒരേ ഫോൺ കോളാ. പ്രാഞ്ചിയുണ്ടോ പത്മക്കിരിയുണ്ടോ? ശിവന എന്തോന്നടാ എല്ലാരും പറയുന്ന അപ്പെണ്ണം മുക്കിയെന്ന് സൂസൻ അവന്റെ പ്രാന്താണ്. ആരരുമാവാത്ത കാലത്ത് ഞാനെന്ന് ഓട്ടി നടന്നുകൊണ്ട് എന്റെ കൂടും പിള്ളച്ച പിള്ളേർക്ക് അത് കടച്ചിട്ട് സത്യമാ കൃത്യം പറഞ്ഞത്. അരനേട്ടന്റെ ദൈവ അരനേട്ടല്ലെങ്കിൽ കല്യാണം പോലും നടക്കില്ലായിരുന്നു. നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാ ഞാൻ.
ഒറ്റയ്ക്ക് വഴിവിട്ടി വന്നവനെ കളിയാക്കുന്നവരാ പട്ടികളെ. എന്താണോ നീലകണ്ഠ, എനിക്ക് മാത്രമേ വാശി പാടുള്ളൂ, മറ്റുള്ളവർക്ക് എന്താ? തന്റെ ആണ്ട പോലെ അല്ലി വമ്പത്തിന്റെ മൂക്കനാണ് ആദ്യം പറഞ്ഞ ഗോത്രേശിന്റെ. നീ മകപൂക്കളല്ലടാ, നിനക്കുണ്ടല്ലോ ജന്മതമ്പുരാണ്. എടാ അച്ചുവേ, പിള്ളേർക്കടെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നടക്കട്ടേടാ. ഞാനെന്താ പറഞ്ഞത്? എനിക്കറിയാം, 25 വർഷം അപ്പനൊക്കെ കൊണ്ടുകൊണ്ടു. കഴിക്കുന്നവന്റെ മനസ്സ് പറയാൻ പോലെ വയറ് മാത്രം. ഇങ്ങനെ സുലൈമാനോട് ചോദിക്കുന്നുണ്ട്, റുസി അറിയും. സാറാ മേരി കുര്യ. സാറേ, എന്റെ പ്രശ്നം എന്താന്ന് പറയാ? തലയില് മുടിയില്ല. ചേച്ചിക്ക് ഒരു 5 റൗണ്ടോളം. നിർത്തിക്ക്. എന്ത് പറയൂടാ? അവന്റെ അമ്മയുടെ എന്ത് പറയും? ഇവന് കിട്ടിയില്ല, ഇവൻ ചത്തുപോയില്ല. പാട്ടേ പോടാ. 10 വർഷമായി ഞാൻ കൂടി ഞാൻ ചെയ്ത വേലയെല്ലാം ബാക്കിയിട്ട് ആ പോവാന്ന് പറഞ്ഞിട്ടാ പ്രിൻസ്. പിന്നെ നീ എന്തിനാ തല്ലേ? നീ എന്തിനാ കരയണേ? ഈ ആട്ടൻ ബിരിയാണി കിട്ടുന്ന ദിവസം തന്നെ ഒന്നിലും വരാൻ പറ്റില്ലടാ. അല്ലല്ലോ അങ്ങനെ സാറേ, ഏതെങ്കിലുമൊക്കെ കാശില്ലാത്ത തന്നെ വീണ്ടും വിക്കറ്റ് കയറിയിട്ട് ചോദ്യം എന്തിനോ? ഒന്നില്ലെങ്കിൽ ഒരു ഭ്രാന്തന്റെ ഭാര്യയുണ്ട്, ഇല്ലെങ്കിൽ ഒരു അംബാനിയുടെ ഭാര്യയുണ്ട്. ഇതേതാണെങ്കിലും ഇത് രംഗച്ചേട്ടൻ കാണിക്കുന്നവർ. എന്താടാ നിനക്ക് മസാല വേണ്ട? എന്ത് നിനക്ക് ബോറടിച്ച അന്നാ ജ്യൂസ്, മനസ്സിലായില്ലേ? എന്തെങ്കിലും പറഞ്ഞൊരു കാര്യമുണ്ടോ? നിങ്ങൾക്ക് മാത്രം സംസാരിച്ചാൽ മതി, എനിക്ക് കൂടി സംസാരിക്കണ്ടേ? റിങ്സി എന്ത് ഇഷ്ടമാണെന്ന് അറിയാം. റിങ്സി ഇഷ്ടമാവാൻ വേണ്ടിട്ടാ. മലയാളത്തിൽ സംസാരിക്കാൻ അറിയാം, മുൻകൊടുക്കാൻ അറിയാം. പി കെ രാമദാസിന്റെ മകൻ ജിതിൻ രാമദാസ് കഴിഞ്ഞ ഓണത്തിന് കൈപ്പുറ കുഞ്ഞപ്പന്റെ കൈയറുത്തപ്പോ കട്ടച്ചോറ. ഓനെ നീ അവസാനം കരയും, മനസ്സിലായില്ലേ? പ്രേമം നീ ഇതിലും വലിയ என்ன சார், ஒரு பெரிய சாதாரண போலீஸ்கார ஒரு கடிச்சிருச்சுன்னா ஹுக்கம் டைகர் கா ஹுக்கம். இந்த நாடுல நாதர் என்ன என் நெஞ்சில் குடியிருக்கும் அன்பான மக்களுக்கு வணக்கம் சார். எப்படி எப்படி ரிலாக்ஸ். இது எஸ் சார், ஓகே சார். என்ன முடிஞ்சிட்டுனா 2 நிமிஷம் டைம் கொடுக்குறேன். முடிஞ்சிட்டுனா என்ன கொண்டுட்டு காசு எடுத்துட்டு ஆரம்பிக்கலாங்களா? இந்த மாதிரி நேரத்துல வீரர்கள் சொல்ற வார்த்தை என்ன தெரியுமா? violence I don't like, but சொன்ன அம்மி என்ன சின்ன ராஜ்யத்துக்கு துரோகம் பண்ணி. ஏய் சலா, லவ் யூடா கண்ணா. என்ன പറയുക നടിക്കണ നീ? പുഷ്പ എന്ന് പറഞ്ഞ ഫ്ലവർ അല്ലടാ, ഫയറാണ്. താഴെ തിന്നടാ. നീ ചെയ്തത് തെറ്റ്. ഒരു സ്ത്രീയുടെ ദേഹത്ത് കൈവച്ചവന്റെ കൈ വിരലുകളല്ല വെട്ടേണ്ടത്. നിന്റെ दूसरा चल में अर्ध कुश्किल शुक्वे ये आर यू रेडी? यू कौन ये कौन बनेगा? കോർബൻ. മലയാള സിനിമയിൽ ഞാനും ദേവരാജൻ മാഷും ചേർന്നിട്ട് between the 20 years for 24 years. Thank God, thanks to all.